ഹായ് ഫ്രണ്ട്സ്, ശിവസുധു ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് നല്ല ജീവനുള്ള വരാല് മീനിനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തിയ വരാല് മീനാണ്. അപ്പം നല്ല വഴുവഴുപ്പോട് കൂടിയ ഒരു മീനാണ് ഈ വരാല് മീൻ. അപ്പം നമ്മുടെ വീട്ടിൽ മാമൻ്റെ വീട്ടിൽ വളർത്തുന്ന മീനും കൂടിയാണ്. അപ്പോൾ ഇതിൽ ഒരു 3 കിലോ ഞാൻ ഇതേപോലെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ കണ്ടോ, ഇത് നമ്മൾ കയ്യിലെടുക്കുമ്പോഴത്തേക്ക് ഭയങ്കര വഴുവഴുപ്പാണ് ഈ മീനിന്. അപ്പം ഇതാണ് ജീവനുള്ള വരാല് മീൻ. അങ്ങനെ നമ്മൾ ഈ മീനുണ്ടല്ലോ കുറച്ചെടുത്ത് കറിയും വെച്ചിട്ട് കുറച്ച് നമുക്ക് ഫ്രൈയും ചെയ്യുവാണേ. അപ്പോൾ ഇതേപോലെ വരാല് മീനിനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചിലർക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്കിതൊക്കെ ക്ലീനൊക്കെ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഇതിൻ്റെ ഈ കൊഴുത്ത ഒരു ദ്രാവകം ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് മാറ്റി കൊടുക്കണം. അതിനു വേണ്ടി നമ്മൾ ആദ്യം നമ്മുടെ വീട്ടിൽ ഉപ്പുകല്ലുണ്ടല്ലോ, ഉപ്പുകല്ലും നമ്മുടെ ചാരം ഉണ്ടല്ലോ, അടുപ്പിൽ നിന്ന് കിട്ടുന്ന ചാരം, അത് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പം ഞാൻ അത് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. കണ്ടോ, നല്ല ജീവനുള്ള വരാലാണ്. കണ്ടോ, നമ്മളത് പിടിച്ചാൽ നമുക്ക് കിട്ടത്തില്ല, കയ്യിൽ പിടിക്കാൻ കിട്ടത്തില്ല, അതുപോലത്തെ ഒരു മീനാണ്. അപ്പോൾ വരാല് മീനൊക്കെ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും. അപ്പോൾ ഇത് എനിക്ക് കിട്ടി. അപ്പോൾ എനിക്കിത് ക്ലീൻ ചെയ്യുവാനേ, നമ്മൾ തുണി നനയ്ക്കുന്ന കല്ലുണ്ടല്ലോ അതിൻ്റെ മേലെ വെച്ചിട്ട് ഉപ്പുകല്ല് ഇതേപോലെ നിരത്തിയിട്ടിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് നമുക്കിതേപോലെ ഒന്ന് ഉരച്ചൊന്ന് കൊടുക്കണം. കുറച്ചൊന്ന് ഉരച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ കുറച്ച് ചെതുമ്പിലും പോകും, അതേപോലെ ആ വഴുവഴുപ്പ് പോകും. എന്നിട്ട് നമ്മുടെ അടുപ്പിൽ നിന്നുള്ള ചാരം ഉണ്ടല്ലോ ആ ചാരം കൂടി ഇട്ടിട്ട് നമുക്കിതേപോലെ ഒന്ന് ഉരച്ച് കൊടുത്താൽ പെട്ടെന്ന് നമുക്കതൊന്ന് ക്ലീൻ ആക്കി കിട്ടും. അപ്പം നമുക്ക് എന്നിട്ട് കറക്റ്റായിട്ട് നമുക്ക് കയ്യിൽ പിടിച്ചിട്ട് നമ്മളത് കട്ട് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ ഞാനങ്ങനെ ചാരത്തിൽ ഉപ്പിലും വെച്ചിട്ട് അതിൻ്റെ ആ കൊഴുത്ത ദ്രാവകം എല്ലാം മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സാധാ മീനിൻ്റെ ചെതുമ്പല് കളയത്തില്ലേ, അതേപോലെ ഞാൻ ഇതേപോലെ കത്തിയും കൊണ്ട് അതിൻ്റെ ചെതുമ്പലെല്ലാം കളഞ്ഞിട്ട് നമ്മുടെ വാലും അതുപോലെ സൈഡിലത്തെ ചിറകെല്ലാം കളഞ്ഞ് ഞാൻ ഈ മീൻ ഫ്രൈ ചെയ്യാൻ എടുക്കുവാണേ. അപ്പോൾ അങ്ങനെ ക്ലീനാക്കി നല്ല കുട്ടപ്പനായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ ചിറകെല്ലാം കണ്ടിച്ച് കളഞ്ഞാൽ മതി. എന്നിട്ട് നമ്മൾ അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ചിലർ ഇതിന് തൊലി കളയത്തില്ല, തൊലി കളയാതെ കറിയും ഫ്രൈയും ഒക്കെ വെക്കുക. അപ്പം ഞാൻ ഇതിൻ്റെ ആ തൊലി കളയുന്നുണ്ട്. അങ്ങനെ കളയുമ്പോഴാണ് ഇച്ചിരിയുടെ ടേസ്റ്റ് എന്ന് തോന്നും. അപ്പം നന്നായിട്ട് ഉപ്പും മുളകും ഒക്കെ പിടിക്കുക. ഇതിനപ്പോൾ സാധാ മീനിൻ്റെ കൂട്ടല്ല, കുറച്ച് ഉപ്പും മുളകും പിടിക്കാനൊക്കെ ഇച്ചിരി പാടുള്ളതാണ്. നമ്മൾ കറി വെക്കുകയാണെങ്കിൽ തലേന്നേ നമ്മൾ കറി വെച്ചിട്ട് അടുത്ത ദിവസം നമ്മൾ എടുത്താൽ നല്ലതായിട്ട് ഉപ്പും മുളകും ഒക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് കറി വെക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ എടുക്കരുത്, അടുത്ത ദിവസം എടുക്കണം. രാത്രിയിലൊക്കെ കറി വെച്ചിട്ട് നാളെ നമുക്ക് പൊതിക്കൊക്കെ കൊണ്ടുപോവാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാൻ ഇതേപോലെ ആ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഫ്രൈ ചെയ്യാനാണ്. ഇത് നമ്മൾ പച്ച കുരുമുളക് ഉണ്ടല്ലോ, ഒന്നെങ്കിൽ പച്ച കുരുമുളകോ അല്ലെങ്കിൽ ഉണക്കിയ കുരുമുളക് ആയാലും മതി, അതും കൂടി ഇട്ടിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള മസാലയെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ എനിക്കിതുപോലെ പച്ചക്കുരുമുളക് കിട്ടിയില്ല, ഉണക്കക്കുരുമുളകാണ്, അതൊന്ന് പൊടിച്ചിട്ടാണ് ഞാൻ ഇതേപോലെ ഫ്രൈ ചെയ്തേക്കുന്നത്. അപ്പം നല്ല ടേസ്റ്റ് ആട്ടോ. അതപ്പോൾ എല്ലാവരും വരാലൊക്കെ മീനൊക്കെ എല്ലാവർക്കും ഒന്നും കിട്ടണമെന്നില്ല, കിട്ടിയാൽ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് കറി വെച്ചാലും അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റാണ്, നല്ല രുചിയുള്ള ഒരു മീനും കൂടിയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്